സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്ന് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നതുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. സരീഷ് പറഞ്ഞോളൂ. സരീഷ്, ഇന്നത്തെ യോഗത്തിലപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം? ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് വെച്ചാണ് സംസ്ഥാന നേതൃയോഗം ചേരുന്നത്. സംസ്ഥാന കമ്മിറ്റി എന്ന രീതിയിൽ തന്നെ ജില്ലാ പ്രസിഡന്റുമാരെയും സംസ്ഥാന സെക്രട്ടറിമാരെയും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറിമാരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് MLA മാർ, അതോടൊപ്പം തന്നെ മന്ത്രിമാർ, ഇവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് യോഗം ചേരുന്നത്. നിലവിൽ അജണ്ട എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് അവലോകനം, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മന്ത്രിമാരുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ ചുമതല ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അജണ്ടയായി നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ കാര്യങ്ങൾ ഇത്തവണ ചർച്ചയാകും എന്ന കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടാണ്. കാരണം UDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു കാരണവശാലും നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് മന്ത്രിയായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയായി മുസ്ലിം ലീഗിന്റെ പ്രമുഖനായ നേതാവാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നടപ്പിലാക്കാൻ പോകുന്ന ഒരു കാര്യം അത് പ്രവർത്തകർക്കിടയിൽ പോലും വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അത് വലിയ രീതിയിലുള്ള ഒരു വിമർശനമായി പ്രവർത്തകർ അല്ലെങ്കിൽ ജില്ലാ നേതാക്കൾ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അത് എങ്ങനെ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ പോലും ഈ മുസ്ലിം വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഒക്കെ ആശങ്കകൾ എങ്ങനെയാണ് അകറ്റാൻ പോകുന്നത്? കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ RSS നിർദ്ദേശിക്കുന്ന അതേ അജണ്ടയിൽ തന്നെയായിരിക്കുമോ കാര്യങ്ങൾ പോവുക? ഏതെങ്കിലും രീതിയിൽ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇന്നത്തെ യോഗത്തിൽ വിശദീകരിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ എന്താണ് സർക്കാരിന്റെ നിലപാട്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ നിലപാട് എന്ന് കൃത്യമായി വിശദീകരിക്കാൻ മന്ത്രിക്കാകുമോ എന്നുള്ളതാണ്. കാരണം വലിയ ആശങ്ക ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയം. വഖഫിൽ എന്താണ് കോടതിയിൽ സംഭവിച്ചത്? മുസ്ലിം ലീഗ് എന്തായിരുന്നു നിലപാടെടുത്തത്? സർക്കാർ എന്തുകൊണ്ടാണ് പിന്നോട്ട് പോയത്? കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് തങ്ങൾക്കുൾപ്പെടെ മറുപടി നൽകേണ്ടി വരും. അതോടൊപ്പം തന്നെ KM ഷാജിയുടെ പ്രസ്താവന ഉൾപ്പെടെ എന്താണ് സംഭവിച്ചത്? ഷാജി തങ്ങൾക്ക് മുകളിൽ വളരുന്നുണ്ടോ? പാണക്കാട് കുടുംബത്തിന് മുകളിൽ വളരുന്നുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പം പല വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളൊക്കെയും ചർച്ചയായിട്ട് വരും. പ്രത്യേകിച്ച് ഇപ്പം PM ശ്രീ പോലുള്ള നിർണായകമായ വിഷയങ്ങളിലൊക്കെ സർക്കാരിനൊപ്പം പോകുമോ ലീഗ്? പോവുകയാണെങ്കിൽ അത് എങ്ങനെ? പാഠ്യപദ്ധതിയിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ അത് സൂക്ഷിച്ച് വേണം അതിലൊക്കെ ഇടപെടാനെന്നുള്ളത് നേരത്തെ തന്നെ പാണക്കാട് കുടുംബം നൽകിയിരുന്ന ഒരു മുന്നറിയിപ്പാണ്.